എന്റെ കർത്താവ് ഇതൊരു മെനക്കെട്ട ജോലിയാണല്ലോ. കിട്ടി. നേരത്തെ തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ? നല്ല മുഖരിഞ്ഞ് തോന്നുന്നു. എന്റെ അപ്പൻ നമ്പൂതിരി ഒരു സ്ത്രീലമ്പടനായിരുന്നു. ചിലപ്പോ അദ്ദേഹം താങ്കളുടെ ആ വഴിക്കൊക്കെ വന്നിട്ടാവണം. എനിക്കും അപ്പനും ഒരേ ചായന്യ. ചാക്കോ, ഏത് ആ മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ചാക്കോ? അതിൽ തുളസിയിലായിട്ട് വെച്ചിരിക്കുക. അതെ, ആ ചാക്കോ തന്നെ. ആ സ്വാമി, ഒരു മഹാരോഗി നേരം തെറ്റി കാണാൻ വന്നിരിക്കണു. അയാളോട് പരിശോധന സമയത്ത് വരാൻ പറയൂ. കുഞ്ഞീഷ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഒന്നുമില്ലേലും ഞാൻ നിന്റെ അമ്മാവനല്ലേ? സർവസംഘപരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല, അമ്മായിയില്ല, അമ്മയില്ല, അച്ഛനില്ല. ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സ്വാമി? ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. നിനക്ക് ഇപ്പോഴും ഇന്ദുവിനെ ഇഷ്ടല്ലേ? ഹേയ്, വന്ന കാര്യം വളച്ചു കെട്ടില്ലാണ്ട് പറഞ്ഞു തൊലയ്ക്ക് മനുഷ്യ. ഇന്ദുവിനെ നീ കല്യാണം കഴിക്കണം കുഞ്ഞീഷ. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ട് കുഞ്ഞീഷ, നിനക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. എന്റെ അനുജൻ ഉണ്ണികൃഷ്ണന് എന്നാണ് ആ യോഗ്യത നഷ്ടപ്പെട്ടത്. എന്തിനാ കുഞ്ഞീഷ എഴുതാപ്പുറം വായിക്കണത്? ആ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ ചേർന്നൊരു വിത്തുപാകുന്നു, അതിന് വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു. അങ്ങനെ അത് ചെടിയാകുന്നു, മരമാകുന്നു. ആ മരം കായ്ക്കുന്നു, കായ പഴുക്കുന്നു. അതുപോലെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പഴമല്ലേ ഉണ്ണികൃഷ്ണൻ? ആ പഴം ഏതോ കാക്കകൾക്കും പട്ടികൾക്കും എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ നാണമില്ലാതെ എന്റെ മുമ്പിൽ വന്ന് മൂങ്ങുകയാണല്ലേ? ഭർത്തിന് കൈപ്പിഴ ജന്മസിദ്ധനാണല്ലോ കുഞ്ഞീഷ്ണ. കൈപ്പിഴകളെ പറ്റിപ്പോയി, ഒരുപാട് അബദ്ധങ്ങൾ ചെന്ന് ചാടിപ്പോയി. മറക്കണം, പൊറുക്കണം. ഈ അമ്മാവനെ നീ ഒന്ന് സഹായിക്കണം. എന്റെ മകൾക്ക് നീ അല്ലാതെ ആരുമില്ല കുഞ്ഞീഷ്ണ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് കല്യാണത്തിനുള്ള സദ്യ വരെ ഒരുക്കിയിട്ട് മുടങ്ങിപ്പോയതല്ലേ ഇവള് ഉണ്ണി തമ്മിലുള്ള കല്യാണം? അതേടി, അത് മുടക്കിയ ദൈവമായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് മുടങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്കറിയില്ല, കോടിക്കണക്കിന് ആ കുഞ്ഞീഷിന്റെ ആസ്തി. സ്വന്തമായിട്ടൊരു വിമാനം വാങ്ങാൻ പോകുന്നു. കേസില്ലാത്ത ആ പീറ ഡോക്ടറെ കെട്ടിയ ഇവക്ക് ഇത് വല്ലതും സ്വപ്നം കാണാൻ പറ്റുമോ? അപ്പോ സ്വന്തം മോൾ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് വലുത്? ഈ കാര്യത്തിലല്ല. ഇവള് പറയാണ്, അച്ഛാ എനിക്കൊരു ചുവന്ന പാവാട വേണം, ഞാൻ വാങ്ങിക്കൊടുക്കും. കറുത്ത കരിവള വേണം, ഞാൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ കാശിന് ഗതിയില്ലാത്ത ഒരുത്തരെ ഭർത്താവായി വേണമെന്ന് പറഞ്ഞാൽ ഞാനതിന് കൂട്ടു നിൽക്കില്ല. ഈ ശിവശങ്കരനായ ലോകം കണ്ടവനാ. ആ ശിവശങ്കരനായ മകളെ കോടീശ്വരൻ കുഞ്ഞീഷൻ തന്നെ കെട്ടും, അല്ലെങ്കിൽ കെട്ടിക്കും. ആ മോള് വിഷമിക്കാതെ. എന്താ ഉദ്ദേശം? മനസ്സിലായില്ല. ഏട്ടൻ എന്തിനാ വെറുതെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല, കാരണം എനിക്കതിനുള്ള സമയമില്ല. ഓഹോ, കള്ളം പറഞ്ഞ് എന്റെ കല്യാണം മുടക്കി, വൃത്തികെട്ടൊരു നാടകം നടത്തി നാട്ടുകാരെ മുഴുവൻ എനിക്കെതിരാക്കി, അന്തസ്സോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി വെള്ളത്തിലാക്കി. ഒക്കെ ഞാൻ സഹിച്ചു. പക്ഷെ കുട്ടിക്കാലം തൊട്ട് ഒരു മുത്തു പോലെ തേച്ച് മിനിക്ക് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, വിടില്ല ഞാൻ. അതെ, താൻ വരട്ടുണ്ടോ? താൻ വരട്ടിയ വരണ്ടോണ പീക്കിരിയല്ലേ ഇദ്ദേഹം? തനിക്കറിയോ, താനൊരു മുത്തുപോലെ തേച്ച് മിനിക്കാ കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഇദ്ദേഹം ആ പെൺകുട്ടി ഒരു കൽപ്പവൃക്ഷം പോലെ കരണിനകത്ത് നട്ടു നനച്ച് വളർത്തിയാ കൊണ്ട് നടന്നേ. അതെങ്ങനെ പിഴുതു കളയാൻ പറ്റുമോ? എന്നോട് ആരും സംസാരിച്ചില്ല. പോ. തിരുമേനി പറഞ്ഞത് ശരിയാണ്. അങ്ങനെ പിഴുതു മാറ്റാൻ പറ്റില്ല. നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ കണ്ടത്. നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ സ്നേഹിച്ചത്. അമ്മായിയുടെ അന്ത്യാഭിലാഷം നിന്നേക്കാൾ മുൻപ് ജനിച്ച ഞാൻ അവളെ കെട്ടണമെന്നായിരുന്നു. അമ്മായി അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് യാതൊരു തെളിവില്ല. അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വല്ല ബോധക്കെട്ടുകൊണ്ട് പറഞ്ഞതായിരിക്കും. അവൾ എന്റെ പെണ്ണ, അവളെ ഞാൻ തന്നെ കിട്ടും. നീ കേട്ടില്ല. ഈ ജന്മം നിനക്കതിന് സാധിക്കില്ല. അതിനുള്ള കരുക്കൾ ഞാൻ നീക്കി കഴിഞ്ഞു. വെരി സോറി അനിയ, വെരി സോറി. ഓഹോ, അപ്പൊ വാശിയാണോ? വാശിയാണ്. വാശിയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും പുറയിലല്ല. നിനക്ക് ചുണയുണ്ടേ, നീ ചെന്ന് കെട്ടടാ. അപ്പൊ അവസാന തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്നാ കാണാം. ഓ, കാണാം. നിൽക്കൂ. അടിക്കടി വഴക്കിന് വരാണ്ടിരിക്കണാണ് ആരോഗ്യത്തിന് നല്ലത്. നല്ലൊരു തടിയുണ്ടല്ലോ, അത് കേടാക്കണോ? ഇപ്പൊ ഇതിരിക്കട്ടെ, സമയം വരും. അപ്പൊ താൻ തന്നെ തന്റെ ഗുരുവിന് കൊടുത്തേക്ക്. നൊന്തോ? നേരത്തെ ഒരു ചില്ലറ ബാക്കിയുണ്ട്. ഇല്ലെന്ന് പറഞ്ഞില്ല, എല്ലാം കൂടെ നാളെ തന്നേക്കാം. നമ്മുടെ ശിവശങ്കരൻ ഇപ്പൊ ഈ വഴി ബാലിന്റെ ചായക്കടയിലുണ്ട്. ശിവശങ്കര, ശിവശങ്കര അവിടെ നിക്ക. ശിവശങ്കര,
ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവേ നമഃ. എല്ലാരും വീടുകളിൽ ചെന്ന് ക്ഷണിക്കാന്ന് വെച്ചാൽ അസാധ്യ കാര്യമാണ്. ഇതാ പിടിച്ചോളൂ. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയ്ക്ക് പ്രത്യേകിച്ച് സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നും ഇല്ലല്ലോ, നാട്ടുകാരാണല്ലോ എല്ലാം. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദ വിവാഹ പത്രിക വന്നോളൂ വന്നോളൂ. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദ വിവാഹ പത്രിക. ഈ വരുന്ന ആഷാഢത്തിലെ ശുക്ലപക്ഷത്തിൽ അടിയൻ പരിണയ വിധേയനാവുകയാണ്. വധു കുമാരി ഇന്ദുലേഖ. ചൈതന്യവത്തായ ഈ മുഹൂർത്തം ധന്യമാക്കുവാൻ താങ്കളുടെയും കുടുംബത്തിന്റെയും സവിശേഷ സാന്നിധ്യം അടിയൻ കാംക്ഷിക്കുന്നു. സ്വാമി കുഞ്ഞീഷ്ണാനന്ദ. അതെ, ഇങ്ങോട്ട് വരൂ. ഇതാണ് നോൻ പറഞ്ഞ മുത്തുപട്ടര്, കൽപ്പാത്തിക്കാരനാ. ഇത്രയും കേമായിട്ട് സദ്യ കൊടുക്കുന്ന ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ഇല്ല. ഇനിയോട്ട് ജനിക്കാനും പോണില്ല. ഒക്കെ കേമാവണം. ഒരേ ഒരു മോളാ. ഈ വീട്ടിൽ വേറൊരു കല്യാണം നടക്കാനില്ല. എല്ലാം കേമാക്കിക്കളയോ. ആ പായസം 3 വിധത്തിലായിക്കോട്ടെ. അടാ, പരിപ്പ്, സേമ്യ. ഇത്രയും കേമായിട്ടൊരു സദ്യ ഈ പ്രദേശത്തിൽ ആദ്യം ആവണം. എന്നാ എന്താ നോക്കോളൂ. അഭിപ്രായമാണ് കേക്കണ്ട. മാധവമിതിന് വരുന്നുണ്ട്, കുഴപ്പാവോ? വേണ്ടാതീരത്തിന് വന്നാൽ കയ്യും കാലും തല്ലി മുടിച്ച് ദൂരെ കളയും ഞാൻ. ഈ ഇളം പ്രായത്തിൽ ചാവാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള വരവാണല്ലോ ഇത്. താൻ ക്ഷണിച്ചില്ല ഞാൻ വരൂടോ. ആരുടെ കല്യാണം നടക്കണേ? എന്റെ മക്കളുടെയാ. അതെനിക്ക് തന്റെ കഴിച്ചിട്ടൊന്നും വേണ്ട. ഏതായാലും എല്ലാം ക്ഷമിച്ചളിയും വന്നല്ലോ, എനിക്ക് സന്തോഷായി. എന്റെ മോളെവിടെ? അവൾ ഇത്തിരി വിഷമത്തിലാ. ഞാൻ പറഞ്ഞു മടുത്തു. ഇത് തല്ലാനും കൊല്ലാനൊന്നും എന്നെ കൊണ്ട് വയ്യ. വിഡ്ഢിത്തം പറയാടോ. തല്ലിയും കൊല്ലും നല്ല വേണ്ടത്. അനുനയപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. എന്താ മോളെ ഇത്? അങ്ങ് പുറത്തേക്ക് മാറി നിൽക്കുക. ഞാൻ എന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എല്ലാം അറിയാവുന്ന അമ്മാവനും ഇതിന് കൂട്ടു നിൽക്കണോ? പറയുന്ന അങ്ങനെ കേൾക്കുക. കാര്യം എന്റെ അളിയനൊക്കെയാ. പക്ഷെ നിന്റെ അച്ഛൻ ഒരു കള്ളച്ചെറ്റയാ. 4 പണം കിട്ടുമെന്നറിഞ്ഞാ അവൻ എന്തിനും മടിക്കില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണോന്ന് കേട്ടിട്ടില്ലേ നീ? പറ്റിയ ഒരു മുള്ളുമായിട്ടാ ഞാനിപ്പോ വന്നിരിക്കണേ. നിനക്ക് അവന്റെ കൂടെ ജീവിക്കണ്ടേ? ഉണ്ണിയുടെ കൂടെ. നിന്റെ അച്ഛന്റെ അരിക്കല് നേരാമണ്ണം നിന്നാൽ അതൊരിക്കലും നടക്കില്ല. ഒരു സ്വല്പം കുരുട്ടുബുദ്ധി ഉപയോഗിക്കണം. ധൈര്യമുണ്ടോ നിനക്ക്? ഇന്ന് രാത്രി ഇവിടുന്ന് പുറത്തിയാടണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ. ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് കരുതി, പക്ഷേ അളിയൻ വെള്ളക്കൊടി വീശി. ഈശ്വര, സർവമംഗള സമ്പൂർണം സൗമ്യം കല്യാണഭൂഷണം. സ്വർണ്ണ പാത്രസ്യ ക്ഷീരസ്യ പാഷാണം ബഹുമാരകം. മനസ്സിലായില്ല. ലോകത്തൊരച്ഛനും ഇതുപോലൊരു ധർമ്മസങ്കടത്തിൽപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ദൈവത്തിനറിയാലോ ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നെന്ന്. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഒന്നിക്കാവൂ. മോള് വിഷമിക്കണ്ട കേട്ടോ. ആർഭാടത്തോടെ ഉള്ളൊരു വിവാഹം വിധിച്ചിട്ടില്ലാന്ന് കരുതിയാ മതി. അതൊന്നും സാരമില്ല അച്ഛാ. നാളെ രജിസ്റ്റർ കഴിഞ്ഞാ പിന്നെ ആരും പേടിക്കണ്ടല്ലോ. നമുക്ക് ആളുകളെ വിളിക്കുകയോ സദ്യ കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ആവാലോ. എന്തേ വഴി ബ്ലോക്കാ? ആരോ റോഡിൽ കുറെ കല്ലുകൾ പെറുക്കിയിട്ടിരിക്കുക. ഞാനെടുത്ത് മാറ്റാം.
അയ്യയ്യേ, ഡോക്ടർമാർ ചെയ്യേണ്ട പണി ഏതൊക്കെ? നിങ്ങൾ കിഡ്നിയിലെ കല്ലെടുക്കുക, റോഡിലെ കല്ല് നോം എടുത്തോളാം. നോം സഹായിക്കാന്ന് പറഞ്ഞതേ അതിനുള്ള ബാധ്യതയും കൂടി നമുക്കുണ്ടായിട്ടാ. കാരണം ഇതൊക്കെ പെറുക്കി വെച്ചതും നോം തന്നെയാണ്. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയുടെ വധുവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കം നോം വധൂഗ്രഹത്തിൽ വെച്ച് മണത്തറിഞ്ഞു. മോശമല്ലേ സ്വന്തം ജ്യേഷ്ഠന്റെ വധുവിനെ തട്ടിക്കൊണ്ടുപോകാന്ന് വെച്ചാ ആ കുട്ടിയെ ഇറക്കി വിട്ടോളൂ. അതിന് യാതൊരു കേടുപാടും കൂടാതെ നോം തന്നെ വീട്ടിലെത്തിച്ചോളാം. എന്താ അന്നത്തെ അടിയുടെ ചൂട് തിരുമേനി മറന്നോ? മറന്നിട്ടില്ല, നല്ലോണം ഓർമ്മയുണ്ട്. അതുകൊണ്ട് 3-4 പേരെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. വന്നോളൂ, പൊതിഞ്ഞോളൂ. തൂണ് പോലെ നോക്കി നിൽക്കാണ്ട് ആ പെൺകുട്ടി കാരെന്ന് വിളിച്ചിറക്കുക. ഗുരുവായൂരപ്പാ, ഞാൻ പോണു. ഇങ്ങോട്ട് വാ. നീ എന്നെ അപമാനിക്കൂലേടി? അളിയല് വൈദ്യം മാത്രല്ല ഇമാരി പണിയും വശണ്ടല്ലേ. ഇക്കാലം അത്രയും വിലയും നിലയുള്ള ഒരാളായിട്ടാ വൈദ്യരെ ഞങ്ങൾ കണ്ടത്. നാണമില്ലേ വൈദ്യരെ നിങ്ങൾക്ക്? ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്രായമാണോ നിങ്ങൾക്ക്? ആ അളിയന്മാരായാലും ഇങ്ങനെ വേണം. ഇന്നെന്റെ മോള് ഇക്കളേക്കിന് നാളത്തെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോലോടൂ. ആ നിൽക്കുന്നു ഒരു ട്രാക്ടർ. വാടി ഇങ്ങനെ വാടി. വരൂ വരൂ. അങ്ങോട്ടിരിക്കാം. നമസ്കാരം. സന്തോഷം. അങ്ങോട്ടിരിക്കാം. എന്താ കുഞ്ഞികൃഷ്ണ ഈ സ്വാമിമാരൊക്കെ ആയിട്ട്? സ്വാമിമാരല്ല, സന്യാസിമാർ. ലൗകിക ജീവിതം വെടിഞ്ഞവരാണെങ്കിലും എന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവർ സ്വയം സന്നദ്ധരായി വന്നിരിക്കുകയാണ്. വൃഥാ സംസാരിച്ച് നിൽക്കാണ്ട് ഇവരെ വേണ്ടും വണ്ണം ഉപചരിക്കുമോ അമ്മാവ? ഓ വരിക വരിക, ഉപവിഷ്ടരാകുക. ഇശി മാറി നിൽക്കൂ കുട്ടിയെ. താലി പൂജിക്കാൻ കൊടുത്തോളൂ കുഞ്ഞികൃഷ്ണാനന്ദജി. എന്താ കുട്ടി ഇത്? അടങ്ങിയിരിക്കെ. കള്ളസിദ്ധൻ, കള്ളസിദ്ധൻ, കള്ളസിദ്ധ, ഇത് കള്ളസിദ്ധ. മോളെ ഇതിന് വട്ടാണെന്നാ തോന്നണേ. മോളെ അച്ഛാ
എന്താ മോളെ ഇത്? പോടാച്ചാ. ഓ, ഇതെന്താ ശിവശങ്കര നായരെ? സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് എന്താ വിളിക്കേണ്ടത് അറിയില്ല. അയ്യോ, സന്തോഷം കൊണ്ട് ആരെങ്കിലും സ്വന്തം അച്ഛനോട് പോടാൻ തുടങ്ങി. നോക്കി നിൽക്കാ, താലി എടുത്തു കൊടുക്ക്. കുഞ്ഞീഷ താലി കെട്ട്. കുഞ്ഞിഷ്ണേട്ടാ, കുഞ്ഞിഷ്ണേട്ടൻ ഇന്ന് കുളിച്ചോ? കുളിച്ചല്ലോ. കണ്ടാ തോന്നൂല. ഓ, ഞാൻ ഒരുപാട് നേരം കുളിച്ചതാ. എന്നാലും ശരിയായില്ല, ഞാൻ കുളിപ്പിച്ചു തരാം. മോളെ, ഞാൻ കുളിപ്പിച്ചു മോളെ, അരുത് മോളെ. മോളെ, അയ്യോ മോളെ, എന്താ ഇത്? അരുത് മോളെ. അയ്യോ, ഇതൊക്കെ. മോളെ, ഇത് എന്താ ഈ കാണിക്കുന്നേ? അങ്ങനെയല്ലേ മോളെ. അയ്യോ, എന്താ ഇത്? മോളെ, തലയിട്ടിക്കോ. അമ്മാവ, എന്ത് സൂക്കടയാൽ നമുക്ക് പിന്നീട് മാറ്റിയെടുക്കാം. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് ഞാൻ കെട്ടാം. അമ്മാവ് നേരെ പിടിച്ചു തന്നാ മതി. കുഴപ്പമൊന്നുമില്ലല്ലോ. കഷ്ടായി, തലയോട്ടി പിളർന്നില്ല. 12 സ്റ്റിച്ചസേ ഉള്ളൂ. ഇവിടുത്തെ സ്ഥിതി എന്തായി? ഒരു വിധത്തിൽ പിടിച്ചകത്തിട്ട് പൂട്ടി. ഈ നേരം വരെയും ഒച്ചയും ബഹളവും വാതിലും ചവിട്ടലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇത്തിരി അടങ്ങി മട്ടുണ്ട്. ഇന്നലെ രാത്രിയിലെ തല്ലും പിടിയും കണ്ട് പേടിച്ചുണ്ടായതാവാം ഈ വിഭ്രാന്തി. കുഞ്ഞിഷ്ട, എന്റെ മോള്. അമ്മാവൻ ഭയപ്പെടാതിരിക്കും, ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ടിരിക്കെ. എത്രയോ മാറാ രോഗങ്ങൾ മാറ്റിയിട്ടുള്ള ആളല്ലേ സ്വാമി. ഇതും അങ്ങ് ഏറ്റെടുക്കുക. ഏറ്റെടുക്കാം. പ്രശ്നമൊന്നുമില്ല. എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട് താനും. അത് ഒരു രോഗി മറ്റൊരു രോഗിയെ ചികിത്സിക്കാൻ പാടില്ല എന്നാ പ്രമാണം. നിലവിളക്ക് കൊണ്ടുള്ള അടി കിട്ടിയ പിന്നെ ഞാനും ഇപ്പൊ ഒരു രോഗിയാണല്ലോ. പിന്നെ ഇപ്പൊ ഇനി എന്താ ചെയ്യാ കുഞ്ഞിഷ്ട? ഇനിയിപ്പോ സാധാരണ മാർഗങ്ങളിലേക്ക് തിരിയാ. ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും വിദഗ്ധന്മാരായ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എടുക്കുക. കാറ് വെയിറ്റിംഗിലുണ്ട്. കുട്ടിയെ അകത്തേക്ക് എടുത്തവർക്ക് തന്നെ പുറത്തേക്ക് എടുക്കാലോ. അല്ല, ഇപ്പൊ തന്നെ വേണോ? ഇതും അതിഭ്രമ. നിമിഷം കഴിയും തോറും വിഭ്രാന്തി കൂടുകയുള്ളൂ. ഇനി വൈകിക്കണ്ട. എന്താ കണാര, രോഗി ഇറക്കിയല്ലേ? പിന്നെന്താ, നമ്മൾ എന്തായാലും ഇത്രയും പേരില്ലേ. അമ്മാവൻ അറിയോ, ചില സൂക്കേടിന് മുന്നിൽ ദേവഗന്ധർവന്മാർ വരെ സ്തംഭിച്ചിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷിക്ക് വയറ്റുവേദന വന്ന കഥ കേട്ടിട്ടില്ലേ അമ്മാവൻ? ഇല്ല. ഹേയ്, ഇതാ പറയണത് പുരാണങ്ങളൊക്കെ വായിക്കണമെന്ന്. തപശക്തി കൊണ്ട് ഈ 14 ലോകങ്ങളും തന്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ ആളാണല്ലോ മഹർഷി വിശ്വാമിത്രൻ. അങ്ങേർക്കൊരു കലശലായ വയറ്റുവേദന വന്നു. അപ്പൻഡിസൈറ്റസ് ആണോ എന്നൊരു സംശയം. 33 കോടി ദേവഗണങ്ങൾക്കും വേദന ശമിപ്പിക്കാനായില്ല. പിന്നെ ഇന്ദുമോടെ രോഗം ഭേദമാക്കാൻ സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദന് പറ്റാത്തതിൽ അത്ഭുതപ്പെടാനിരിക്കുന്നു. അപ്പോ വിശ്വാമിത്രന്റെ വയറ്റുവേദനയോ? ആ, ഒടുവിൽ നാരദ മുനി ഒന്ന് മാറ്റി. ഇവിടെ പോയി നടക്കുവോ? ഇന്ദുമോളുടെ രോഗം മാറില്ലെന്നാണോ തിരുമേനി പറയണത്? മാറും, പക്ഷെ ഇവിടെ ഇങ്ങനെ വിളയാട് നടന്നാ മാറില്ല. ഏത് മാറാ രോഗവും മാറ്റുന്ന ഒരു നാടുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയാലേ രോഗം മാറുള്ളൂ. അതെവിടെയാ? അമേരിക്ക. അയ്യോ,
മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവളെ കൊണ്ട് എങ്ങനെ അമേരിക്കയിലേക്ക് പോവുക? ഏയ് പോണോന്നില്ല, മരുന്ന് ഇങ്ങോട്ട് വരുത്തിച്ചാ മതി. മാഡോസെലിൻ എന്നൊരു മരുന്നുണ്ട് അവിടെ. ഏത് ഭ്രാന്തും നിഷ്പ്രയാസം മാറും. എന്നാ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വരുത്തിച്ചാലോ? വരുത്തിക്കാം, ഒരാളെ വിട്ടാ മതി. പക്ഷെ ചെലവെന്താവുന്ന അമ്മന്റെ വിചാരം? രൂപ 4-5 ലക്ഷം വരില്ലേ? 5 ലക്ഷോ? ഉവ്വ്. 3 കുപ്പി മരുന്നാ. 2 കഴിക്കുമ്പോഴേക്കും രോഗം നിശേഷം മാറും. പിന്നെ എന്തിനാ 3-ാമത്തേത് കഴിക്കണമെന്ന് ചോദിച്ചാ രോഗം പിന്നീട് ഒരിക്കലും വരാണ്ടിരിക്കാനാ. രൂപ 75,000 ആ ഒരു കുപ്പിക്ക് വില. 75 ഗുണം 3 സമം എത്രയാ? 225. മരുന്നിന് തന്നെ വന്നേക്കണു 2.25 ലക്ഷം. പിന്നൊരു കമ്പൗണ്ടറെ 3 തവണ അമേരിക്കയിൽ അയച്ച് മരുന്ന് കൊണ്ടുവരാനുള്ള ചെലവാണ് ബാക്കി. എന്തിനാ 3 തവണ അയക്കുന്നത്? ഒരു തവണ പോയി 3 കുപ്പിയും വാങ്ങി വന്നാ പോരെ? പോരാ, ഇന്ത്യൻ കാലാവസ്ഥയിൽ ആ മരുന്ന് സൂക്ഷിക്കാൻ പറ്റില്ല, ഫലം പോകും. അപ്പപ്പ പോയി അപ്പപ്പ കൊണ്ടുവരണം. എന്ന് വെച്ചാ പോണ വിമാനത്തിൽ തന്നെ മരുന്നുമായി മടങ്ങി വരണമെന്നർത്ഥം. അതൊന്നും നടക്കില്ല തിരുമേനി. എവിടുന്ന് കിട്ടാൻ 5 ലക്ഷം? എങ്കിൽ മാറണ്ട, ഒരേ ഒരു മകളല്ലേ, ജീവിതകാലം മുഴുവൻ ഭ്രാന്തിയായിട്ട് ഇങ്ങനെ കഴിയട്ടെ. തിരുമേനി, കിഡ്നി വിറ്റ് കാശുണ്ടാക്കിയാണേലും സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കുക. ഒരു അച്ഛനെ നിലയ്ക്ക് കിഡ്നിയാണോ മകളാണോ വലുത്? അഥവാ വല്ല പറമ്പും പടയം വെച്ച് കാശ് ഉണ്ടാക്കി തന്നെ വെക്കുക. മരുന്ന് ഫലം ചെയ്തില്ലെങ്കിലോ? ഹൈ, ഈ അമ്മാവനൊരു പൊങ്ങൻ തന്നെയാണേ. പത്രം വായിക്കാറില്ലേ? ഊട്ടിയിൽ കാക്കകളില്ല എന്ന് പറഞ്ഞ പോലെ ഈ മാഡോസിലും കണ്ടുപിടിച്ചതിന് ശേഷം അമേരിക്കയിൽ പ്രാന്തമാരില്ലാത്രേ. ഓങ്കാരനാഥാനു സന്താന സൗഭാഗ്യമേ ശങ്കരാഭരണമു എന്നല്ലേ പ്രമാണം. എന്ന് വെച്ചാ ആഭരണങ്ങൾ വിറ്റും സ്വന്തം സന്താനങ്ങളുടെ ജീവൻ രക്ഷിച്ച് സൗഭാഗ്യം കൊടുക്കുക എന്നാണ് തൈത്തിരീയോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മവാ, പിതൃധർമ്മം പാലിക്കുക, മകളെ രക്ഷിക്കുക. തൽക്കാലം ഈ വിവരമൊന്നും സ്വാമി കുഞ്ഞികൃഷ്ണാനത്തെ അറിയിക്കണ്ട. ഒക്കെ വഴിയേ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാലോ. ദാ